ഹലോ എവ്രി വൺ, ഞാൻ കീർത്തി ഡെന്നി, DC ജുവലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ഭാഗം പിള്ളേർ നമ്മുടെ കൂടെ നമ്മളോട് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എക്സൈറ്റ്മെൻറ്റ് വെച്ചാൽ എല്ലാവരും വരിക്കുന്നുണ്ടാവും എന്തെങ്കിലും 2 പെട്ടിയായിട്ട് വന്നിരിക്കണേന്ന്. ഡെന്നിയേട്ടൻ ഗംഭീര പേർച്ചേസൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഈസ് ബീൻ ടു ബോംബെ, ഈസ് ബീൻ ടു എന്താ പറയുക, ആൾ നന്നായി ട്രാവൽ ചെയ്തിട്ട് ഇഷ്ടംമാതിരി കളക്ഷൻസ് പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ അതേ ഭഗത്, ഞങ്ങളുടെ ഹോൾസെയിലുള്ള ഭഗതും നിഖിലാണ് നമ്മുടെ മെയിൻ ആൾക്കാർ. DC-യിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വി ഹാവ് 3 സെക്ഷനാണ്: ഹോൾസെയിൽ, എക്സ്പോർട്ട് ആൻഡ് റീറ്റെയിൽ. അപ്പോൾ ഹോൾസെയിലിൽ മെയിൻ ഹാൻഡിൽ ചെയ്യണ ഈ 2 പിള്ളേരാട്ടോ. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദീസ് ഗൈസ്, ബിക്കോസ് ഇവരാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കൊക്കെ നമുക്ക് സെല് ചെയ്യാനുള്ള ടാഗ് ചെയ്യുന്നതും അങ്ങനത്തെ സിസ്റ്റം. ഇവർ കംപ്ലീറ്റ് ടീമുണ്ട്. 2 പേരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ഗോഡ്വിൻ നമ്മുടെ സെയിൽസിലുള്ളതാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ ഗോഡ്വിൻ്റെ പരിചയമാണ്. ഇങ്ങനെ കുറേ പിള്ളേർ ഇവിടെ ഉണ്ട്. ഓരോ പേരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. സോ ബിഫോർ വി ഗോ ഓൺ ടു ദാറ്റ്, ലെറ്റ് മി ടെൽ യു, നമ്മൾ ഇന്നിവിടെ കാണിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. കുറേ പ്രോഡക്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്, കുറേ വന്നിട്ട് അതിൽ പോൾക്കി, ദർ ഇസ് ബർമീസ് റൂബിയുടെ പുതിയ കളക്ഷൻ ലൈറ്റ് വെയ്റ്റിൽ. പക്ഷേ ഇതിൽ വന്നിരിക്കുന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുണ്ട് അല്ലേ ഭഗതേ, പുതിയ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭഗതിനോടും നിഖിലോടും തന്നെ ചോദിക്കാം. മാലകളാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഡയമണ്ട്സ് മാത്രമല്ല എടുക്കുക. ദർ ആർ പീപ്പിൾ ഹു തിങ്ക് DC-യിൽ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്ന്. ഇത് എത്ര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാ? മൈ ഗോഡ്, കെൻ യു ഗൈസ് ബിലീവ്, 1/2 പവൻ പോലും ഇല്ലാന്ന്. 3-3.5 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഗോൾഡ് തന്നെയാണോ? ഗോൾഡ് പിന്നെ എന്തൊക്കെയാ വരണേ? അല്ല, പേൾസോ ബീഡ്സോ അല്ലേ? പല കോമ്പിനേഷൻസിൽ ഉണ്ടെന്ന പകുതി കൺവേ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് പേൾസ്, ഇനാമിൽസ് അല്ലേ ഇല്ല. നമുക്ക് ഓരോന്നിന്റെ വെയിറ്റ് ഒക്കെ വേണമെങ്കിൽ കാണാം. ആണോ? ഒരെണ്ണൊന്ന് കാണിച്ചു കൊടുത്തേന്നേ. ഓ, ഹാർട്ടിൽ തന്നെ തമ്പുരാനെ എന്തോരം വെറൈറ്റീസ് അല്ലേ. ഓ വാവ്, നമുക്ക് നല്ല മൂവിങ് കേട്ടോ. ഞാൻ ആലോചിക്കണ കളർ സ്റ്റോൺസിൽ ഇഷ്ടംമാതിരി ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഹാർട്ട്സ് തന്നെ വാലന്റൈൻസ് ഡേ അല്ലേ വരണേ. ഡയമണ്ട്സിൽ ഇഷ്ടംമാതിരി കളക്ഷൻസ് ഉണ്ട്. ഇത് പോരാണ്ട് തന്നെ ഹാർട്ട്സ് തന്നെ പല ഷേപ്പിൽ, ദാറ്റ് ഇസ് പല കളേഴ്സിൽ. വി ഹാവ് ഗ്രീൻ, ബ്ലാക്ക്, ഒരു ഗ്രേ. ഗോഡ്വിൻ്റെ അഭിപ്രായത്തിലല്ലേ ഏത് നല്ലതാ? സെയിൽസിലുള്ളവരാണ് ചോദിക്കാമല്ലോ ഏതായിരിക്കും നല്ലതെന്ന്. ഏതാ നല്ലതെന്ന് പറയാൻ പറ്റില്ല. നല്ലതെന്നാണ് കണ്ടു ചെയ്ത് തരണേ. ഇതിൻ്റെ വെയിറ്റ് എത്ര വരുന്നത്? ഏകദേശം 4 ഗ്രാമോ? നമുക്കൊന്ന് വെയിറ്റ് ഇട്ട് നോക്കിയാലോ അല്ലേ? ഏകദേശം ജസ്റ്റ് ഒന്ന് ഇട്ട് കാണാം. ഇതിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഗ്രോസ് വെയിറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ വെയിറ്റ് ഒന്ന് കണ്ടേക്കാം. പാറ്റേൺ ആട്ടോ. ഏകദേശം 4 to 5 grams ആണ് മിക്കതും വരുന്നത്. നമ്മുടെ ലവ്ഡ് വൺസിന് നമുക്ക് ഹാർട്ടൊക്കെ കൊടുക്കാൻ നല്ല അവസരമാണ് ഇത്. ഭർത്താക്കന്മാരും എല്ലാവരും കാണേണ്ടതാണ്. ഭാര്യമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ. കണ്ടോ, കഴുത്തിൽ വെക്കുമ്പോൾ ഇതിങ്ങനെ സിമ്പിളായിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇത് ഏജ് ഗ്രൂപ്പ് ഒരു ഇതല്ല, ടീനേജേഴ്സ് മുതൽ എല്ലാവർക്കും അല്ലേ. ഇത് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന നമ്മുടെ സെയിൽസിൽ ഏത് ഏജ് ഗ്രൂപ്പിനാണ്? ടീനേജ് ആണല്ലേ. ടീനേജ് ആണെന്ന് പറയണത് അങ്ങനെയൊന്നുമില്ല, മിഡിൽ ഏജിൽ എന്നെ പോലത്തെ ആൾക്കാർക്ക് ഉപയോഗിക്കാം കേട്ടോ. എല്ലാ ഏജ് ഗ്രൂപ്പിനും ഉപയോഗിക്കാം. പക്ഷേ സെയിൽസിൻ്റെ ആൾക്കാരുടെ റിവ്യൂവിൽ കൂടുതൽ ടീനേജേഴ്സിനാണ് പോകുന്നത് കേട്ടോ. ടീനേജേഴ്സിന് നല്ല ലൈറ്റ് വെയിറ്റിൽ റെഗുലർ യൂസ് റെക്കമെൻഡഡ് അല്ലേ? ധൈര്യമായിട്ട് ഉപയോഗിക്കാം അല്ലേ? ഊരി വയ്ക്കൊന്നും വേണ്ടെന്ന് പറയണേ. ഞാൻ എപ്പോഴും ഒരു സാധനം എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും കൺഫ്യൂഷനായിട്ട് ചോദിക്കണേ, ഇതൊക്കെ നെറ്റിയായിട്ട് ഇടാൻ പറ്റില്ലേ എന്ന് പിള്ളേർ ചോദിക്കണം. ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. ഇതെന്നൊന്ന് ഊരി വയ്ക്കാൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് എവിടെ സമയം അല്ലേ? അപ്പോൾ ഇത് ലൈറ്റ് വെയിറ്റിലെ മാലകൾ ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് കാണിച്ചേടാ, പുതിയതൊന്ന് കാണട്ടെ. ഓ മൈ ഗോഡ്, എന്താ കളക്ഷനില്ലേ. ഓ, നല്ലൊരു വീഡിയോനുള്ള സ്കോപ്പ് ഉണ്ട് ശരിക്കും അല്ലേ? ഇഷ്ടംമാതിരി വീഡിയോ. ഇതൊക്കെ എനിക്ക് ഇന്ന് പറഞ്ഞു തുടങ്ങിയ വെയിറ്റ് അത്ര എളുപ്പമല്ല. ഞാൻ ജസ്റ്റ് നോക്കിയേക്കട്ടെ ടാഗ്. ഒക്കെ ഇതേ ഒരു 5 മുതൽ 6 ഗ്രാമിലാട്ടോ. പല ഷെയ്ഡിൽ പേള്, ഗോൾഡൻ ബീഡ് അല്ലേ. ഓ, പേളിൻ്റെ ഒക്കെ നല്ല ഭംഗിയുണ്ട് കണ്ടോ. ആണല്ലേ. എനിക്ക് ഈ പേൾസിൽ DC-യിൽ വരുമ്പോൾ ഏറ്റവും തോന്നിക്കുന്ന ഡെന്നിയാൻ്റെ ഒരു സെലക്ഷൻ അറിയോ, പേൾ തന്നെ പല കളറിലും ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അല്ലേ? വെറൈറ്റീസ് ഇഷ്ടംമാതിരി ഉണ്ട്. പെട്ടെന്നൊന്നും വന്ന് പോകാൻ പറ്റില്ല നമ്മുടെ ഷോപ്പിലല്ലേ. അത്യാവശ്യം എടുക്കാൻ സാധനങ്ങളുണ്ട്. ഇത് കാണട്ടെ, ഇനി കാണട്ടെ എത്ര. ഇത് തന്നെ ഇപ്പോൾ ഒരു 10-250 കൗണ്ടില്ലേ അല്ലേ? കണ്ട മാലകളുടെ തന്നെ നമുക്ക് പുതിയ വന്നിട്ടാ. അപ്പാർട്ട് ഫ്രം ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് നമുക്ക് എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് നിങ്ങളൊന്ന് കാണണം. ഇതൊക്കെ അപ്കമ്മിങ് വീഡിയോസിൽ ഞാനിടും. അത് ഇറങ്ങാൻ പോകണുള്ളൂ എന്ന് ഭഗത് പറഞ്ഞു. ഇന്ന് നാളെയായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യും അല്ലേ? ഓ വാവ്, കണ്ട ക്യാമറമാൻ ഒന്ന് ഫോക്കസ് ചെയ്തേ. ചെറിയ കളക്ഷൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. കണ്ട ചെറിയ കളക്ഷൻ ഒന്ന് ഇട്ട് കാണട്ടെ, നോക്കട്ടെ. ശരിക്കും അല്ലേ നമ്മുടെ ഈ പുറം രാജ്യങ്ങളിൽ കിട്ടുന്ന ചെറിയ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു പേര്. കണ്ട, നമ്മൾ ഈ പേർച്ചേസിലും സെയിൽസിലുള്ളവരെയും കേട്ടോ ഞാൻ പല സമയത്തും ഇതിൻ്റെ വേർഡ്സൊക്കെ പഠിക്കുക.
കാര്യം വെച്ചാൽ ഞാൻ എപ്പോഴും ആലോചിക്കും നമുക്കിവിടെ വരുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഗോൾഡൻ ബോൾസ് വിത്ത് സ്റ്റോൺ സ്റ്റഡ് എന്നൊക്കെ വലിയ സ്റ്റൈലിൽ പറയും. പക്ഷെ ഇവർക്ക് പറയുന്നത് എപ്പോഴും ഒരു കൊളോക്കിയൽ ലാംഗ്വേജാണ്. ചെറിയ കളക്ഷൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ദേ ചെറിയ കളക്ഷൻ കൊള്ളാം അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ലോക്കറ്റ് ഉള്ളത് അല്ലേ, നോക്കേ. ഓ ചെറി വിത്ത് സ്റ്റാർസ്, മൈ ഗോഡ്. ഞാനൊന്നും കല്യാണം കഴിക്കുമ്പോൾ ഇത്ര വെറൈറ്റി ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാൻ എപ്പോഴും ആലോചിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തോരം ചോയ്സസ് ദൈവമേ, ഭയങ്കര വെറൈറ്റിയാണ്. ആൻഡ് ദാറ്റ് ടു ഇൻ DC ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ കേട്ടാ. മാലകളിൽ സത്യം പറഞ്ഞതിൽ ഏതാ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറി എന്ന് പറഞ്ഞിട്ട് ഭഗത് പറഞ്ഞു. പക്ഷെ എനിക്ക് ചെറിയാണോ നല്ലതെന്ന് വെച്ചാൽ ചെറിയ നല്ലതാണ്. പക്ഷെ പേൾസൊക്കെ അല്ലേ, ഗോഡ്വിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഏതാ നല്ലതെന്ന്. പേസ്റ്റില്ല. അപ്പോൾ അഭിപ്രായങ്ങൾ മാറി. അതന്നെയാണ്. നിഖിലിനോ എന്താ തോന്നണേ? കണ്ട മൾട്ടി കളേഴ്സ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഞാൻ പറയട്ടെ, പേൾസ്. എനിക്ക് പേൾസ് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പേൾസ് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. ദിനേടം പറഞ്ഞ പോലെ കീർത്തിക്ക് എന്തൊക്കെ വന്നാലും കൈപോയതോടെ ആ പേൾസിലും ടെർമിനൻസിലാണ്. പിന്നെ ഡയമണ്ട്സ് ആർ ഓൾവേസ് മൈ ഫേവറേറ്റ്, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. അപ്പോൾ ഞങ്ങളിതൊക്കെ അടുത്ത വീഡിയോസിൽ നമ്മൾ ചെയ്യും. പിന്നെ എന്താ വന്നിരിക്കുന്നത്, മാലകൾ നിങ്ങൾ കണ്ടല്ലോ. ഇനിയുണ്ട് കേട്ടോ. ഇതൊക്കെ കെട്ടന്നെയാണ്, കുറച്ചൊന്നും അല്ല. ഇതന്നെ എനിക്ക് തോന്നുന്നു 100-300 പീസസ് നമ്മുടെ അടുത്തുണ്ട്. 100-300 പീസസ്. ഇതൊക്കെ എത്ര ഇഞ്ചിലാണ് വരാ? 16 to 18 ഇഞ്ച് കേട്ടോ. ദാറ്റ് ഈസ് നമ്മൾ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ എന്നെപ്പോലത്തെ അത്യാവശ്യം വണ്ണമുള്ള ഒരാൾക്ക് ഇവിടെ നിൽക്കും. മറ്റേ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒന്ന് ഇറങ്ങും. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലെവലിൽ നിൽക്കൂട്ടാ. പക്ഷേ എൻ്റെ കഴുത്തിനൊരു ഇതുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത്ര സർക്കംഫറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് ഇത് നിൽക്കണം. ഇത് ഈ ലെവലിൽ കേട്ടോ. നമ്മുടെ ക്ലീവേജിൻ്റെ ഒക്കെ ഈ ഒരു ഭാഗത്താണ് കുട്ടികൾക്ക് നിൽക്കുക. നല്ല അടിപൊളിയാണ്, നല്ല ഏജ് ഗ്രൂപ്പാണ്. ഇനിയിപ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആദ്യ കുർബാന സ്വീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ നല്ല ഓപ്ഷനാണ്. ഡയമണ്ട്സിലും നല്ല ഓപ്ഷനാണ്. ഞാൻ ഈ ഡയമണ്ട്സ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഡയമണ്ട്സ് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇതും ഒട്ടും മോശമല്ല കേട്ടോ. എല്ലാവർക്കും മാറി ഇടാം. പിന്നെ നമുക്ക് കല്യാണങ്ങൾക്ക് ഒരു കുഞ്ഞ് ഫംഗ്ഷൻ പോകുമ്പോൾ നമ്മൾ വലിയ മാലകൾ ഇടണമെന്നൊന്നുമില്ലല്ലോ. ഇങ്ങനത്തെ കുട്ടി മാലകൾ ഇഷ്ടംമാതിരി നമ്മൾ കളർ അനുസരിച്ച് ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് ഇടാം. ഈ പേസ്റ്റൽസിൻ്റെ ഡ്രസ്സ് ഇപ്പോൾ ഈ ഡൈയിങ് ഓപ്ഷനുള്ളത് ഞാനൊക്കെ ഇട്ടിരിക്കുന്നത് ഡൈയിങ് ഓപ്ഷനുള്ളതാണ്. അതുപോലത്തെ ഷെയ്ഡിൽ മാലകളുണ്ട്. ഞങ്ങളുടെ സമയത്തൊക്കെ റൂബി എമറൽഡും ബ്ലൂ സഫയേഴ്സും ഡയമണ്ട്സും മാത്രമാണ് എൻ്റെ വെഡ്ഡിങ് സമയത്തുള്ള ചോയ്സസ്. ഇന്ന് ഇഷ്ടംമാതിരി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്താ ഉള്ളത് ഭാഗത്തെ പറഞ്ഞേ. കൊടുത്തേക്കട്ടെ. കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലോ അല്ലേ? ഇത്രയ്ക്ക് സ്റ്റോക്കാണ് വന്നിരിക്കുന്നത് പുതിയത്. ഇനി ഇതിൻ്റെ ഒരു വേറെ പെട്ടിയും കൂടി വരുന്നുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് ഞാനിപ്പോൾ കാണിച്ചു തന്നു. ഇനി അടുത്ത് നമുക്ക് എന്താ ബ്രേസ്ലെറ്റ് അല്ലേ? ഓ മൈ ഗോഡ്, ഞാൻ എൻ്റെ വാച്ച് ഒന്ന് ഊരി വെച്ചേക്കട്ടെ. ബ്രേസ്ലെറ്റുകൾ കാണിച്ചു തരാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ആയിട്ട് വെറൈറ്റി ബ്രേസ്ലെറ്റുകൾ കേട്ടോ. അയ്യോ എന്ത് ക്യൂട്ടാണ് കാണാൻ, നോക്ക്. ഓ മൈ ഗോഡ്, എന്തൊരു ശൈലല്ലേ കാണാൻ. എൻ്റെ പെൺപിള്ളേരൊക്കെ വലുതായി പോയിന്നേ. കുട്ടികൾക്ക് ഇടാനൊക്കെ എന്തോരം വെറൈറ്റീസാണ്. നോക്ക്, കണ്ടോക്കെ. ഇനാമലിലും വെരി ബ്യൂട്ടിഫുൾ കേട്ടോ. എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇടാം. ഇതിപ്പോൾ കുട്ടികൾക്കായിക്കോട്ടെ ടീനേജേഴ്സിനായിക്കോട്ടെ. ഓ മൈ ഗോഡ്, മൾട്ടി കളേഴ്സ് കണ്ടോ. ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് വീഡിയോയിൽ കാണിക്കും. പക്ഷെ അതിന് മുമ്പ് വിറ്റ് പോകാണ്ടിരിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. നമ്മുടെ ഓൺലൈൻ ഓ ലുക്ക് സച്ച് സ്വീറ്റ്. ഈ ചാംസിന് എന്തൊരു ശൈലല്ലേ കാണാൻ. ഇതിനൊക്കെ വെയിറ്റ് എത്രയാണ് വരുന്നതെന്നേ? 3 ഗ്രാമാ? വെറും 3 ഗ്രാമിന്. 3 ഗ്രാമിന്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം എന്നെ ഭയങ്കരമായിട്ട് സെൻറ്റിമെൻറ്റ്സ് എന്നെ ഹിറ്റ് ചെയ്തൊരു കാര്യം ഉണ്ടായിട്ടോ. എന്നെ UK നിന്നൊരു നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, നേഴ്സാണ് ആ കുട്ടി, നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. അവൾ പറഞ്ഞു, കീർത്തിച്ചി എൻ്റെ സർക്കംസ്റ്റാൻസസ് കൊണ്ട് ഞാൻ പിള്ളേരെ പിരിഞ്ഞേക്കാം. പക്ഷേ എൻ്റെ മോൾക്ക് ബർത്ത്ഡേക്ക് ഒരു കേക്കും ഒരു ഇതും കൊടുക്കണമെന്നുണ്ട്. നിങ്ങൾ ഗോൾഡ് ഡെലിവറി ഒന്ന്. ഏറ്റവും സർപ്രൈസിങ് എന്താ വെച്ചാൽ നമ്മുടെ പിള്ളേർ ഡെലിവറി ചെയ്യുമ്പോൾ ഇപ്പോൾ അവരുടെ കേക്ക് കട്ടിങ് സെറമണിയാണ്. ആ കുട്ടിയുടെ ഒരു ഹാപ്പിനെസ് ഒന്ന് കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയട്ടോ, ചില ആൾക്കാർ കുട്ടികളൊക്കെ പിരിഞ്ഞേക്കുന്ന അവരുടെ സർക്കംസ്റ്റാൻസസ് ഉണ്ട്. അല്ലാണ്ട് എല്ലാവർക്കും ഉണ്ടാവില്ല ഓരോ കുട്ടികളോട് നിൽക്കണം. അങ്ങനെ ആരും വിഷമിക്കണ്ട. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ബഡ്ജറ്റുള്ള 2 ഗ്രാം 3 ഗ്രാമിലൊക്കെ നമ്മുടെ അടുത്ത് ഇഷ്ടംമാരിയുണ്ട്. കളക്ഷൻ ഇട്ട് തരാം, നമ്മൾ അയച്ചു കൊടുക്കാം അല്ലേ? നോക്കട്ടെ, കാണട്ടെ. ഓ വാവ്, ഓക്കെ. എന്തൊരു ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ? ഇനി അടുത്ത് എന്താ പുതിയ ലോട്ടിൽ വന്നിരിക്കുന്നത്? ഇനി ഇത് സ്റ്റോണൊന്നും ഇല്ലാത്ത റോഡിയം ബോൾസിൻ്റെ അല്ലേ? അതെ. ഓ മൈ ഗോഡ്, എന്തൊരു ക്യൂട്ടാ നോക്കിയേ. ഓ സ്വീറ്റില്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ. അതെ, ചെറി. ഈ ഭഗതിന് ചെറി ഭയങ്കര ഇഷ്ടമാണെന്നുണ്ട്. ചെറി അടിപൊളിയാണ് എപ്പോഴും പറയുന്നത്. ചെറി കളക്ഷൻസിലുള്ള ബ്രേസ്ലെറ്റ്, ചെറി പേൾ കോമ്പിനേഷൻ അല്ലേ? അടിപൊളിയാണ് സത്യമായിട്ടും.
എനിക്കെന്തായാലും ചെറി എന്നുള്ള വേർഡ് ഇഷ്ടമായിട്ടാ. അടുത്ത വീഡിയോയിൽ ഞാൻ ചെറി എന്നായിരിക്കും പറയാം. എല്ലാവരും വിളിച്ചു ചോദിക്കണേ ചെറി ബ്രേസ്ലെറ്റ്, ചെറി മാല.